ഇന്ന് ഞങ്ങളുടെ മലേഷ്യൻ യാത്ര ആരംഭിക്കുകയാണ്. രാത്രി 12:50-നാണ് മലേഷ്യയ്ക്കുള്ള ഫ്ലൈറ്റ്. കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. ഞങ്ങൾ 8 മണി കഴിഞ്ഞപ്പോഴേ എയർപോർട്ടിലെത്തി. മക്കൾ രണ്ടുപേരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കടന്നു. ഈ ആനകളെയെല്ലാം ജുവൽ ആദ്യമായാണ് കാണുന്നത്. ടെർമിനൽ 3-ക്കുള്ളിലേക്ക് ആദ്യമായാണ് ജുവൽ കയറുന്നത്. ഞങ്ങളെല്ലാവരും ഇതിനു മുന്നേ ഇവിടം കണ്ടിട്ടുണ്ട്. അതിനാൽ ജുവൽ ഇവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് എല്ലാം വാങ്ങി എമിഗ്രേഷൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ അവിടുത്തെ ലോഞ്ചിൽ കയറി ഫുഡ് കഴിക്കാനായി ചെന്നു. ലോഞ്ചിലെ വീഡിയോസ് ഒന്നുമെല്ലാം എടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ഗേറ്റിലേക്ക് നടന്നു. ഞങ്ങൾ 5 പേരാണ് യാത്ര പോയത്. കൈരളി ട്രെയിൽസിൻ്റെ പാക്കേജ് എടുത്താണ് ഞങ്ങൾ പോയത്. ഫ്ലൈറ്റിനായി ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നതിനാൽ അത്രയും സമയം ഞങ്ങൾ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നടന്നു കണ്ടു. ഞങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ഗേറ്റ് നമ്പർ 5-ലായിരുന്നു. ബാദിക്ക് എയറിലായിരുന്നു ഞങ്ങളുടെ യാത്ര. കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായി. കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് പുറപ്പെട്ടു. മലേഷ്യയിലെ സമയം ഇന്ത്യൻ സമയത്തേക്കാൾ 2.5 മണിക്കൂർ മുൻപായതിനാൽ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴേക്കും സൂര്യോദയമായിരുന്നു. ഞങ്ങൾ ആദ്യമായാണ് ഫ്ലൈറ്റിലിരുന്ന് സൂര്യോദയം കാണുന്നത്. ചുവന്ന നിറത്തിൽ ഉദിച്ചുയരുന്ന ഉദയസൂര്യനെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് മലേഷ്യയിലെ ക്വാലാലംപൂരിലെത്തി. അവിടുത്തെ എമിഗ്രേഷൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ പുറത്തെത്തി. കുറച്ച് സമയം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ ഗൈഡിനെ കാത്തിരുന്നു. അപ്പോഴേക്കും ബസ്സുമായി ഗൈഡെത്തി. ഞങ്ങൾ 38 പേരാണ് ഈ യാത്രയിലുണ്ടായിരുന്നത്. മലേഷ്യൻ നഗരക്കാഴ്ചകൾ കണ്ട് ഞങ്ങളൊരു ഹോട്ടലിലെത്തി. അവിടെ ഒന്ന് ഫ്രഷായ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. മലേഷ്യയിലുള്ള ഒരു കേരള ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണം പറഞ്ഞു വെച്ചിരുന്നത്. ഞങ്ങളെല്ലാം അവിടെ എത്തി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം കുറച്ചുകൂടെ നഗരക്കാഴ്ചകളെല്ലാം ചുറ്റിക്കണ്ട് ഞങ്ങൾക്ക് താമസം പറഞ്ഞിരുന്ന ഹോട്ടലിലേക്ക് യാത്ര പുറപ്പെട്ടു. ഇവിടെയാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടൽ. ഇതാണ് ഞങ്ങൾ മലേഷ്യയിൽ താമസിച്ച ഹോട്ടൽ, ഡി ഫേസ് പ്ലാറ്റിനം 2. അവിടുത്തെ റിസപ്ഷനിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്ക് ചെക്കിങ്ങിനുള്ള സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് നടന്നു. 10-ാം നിലയിലായിരുന്നു ഞങ്ങളുടെ റൂം. 2 ബെഡ്റൂമുകളും 1 ഹോളും 2 ബാത്റൂമുകളും ഉൾപ്പെടെ വിശാലമായിരുന്നു ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂം. ഇതാണ് അതിൻ്റെ ലിവിംഗ് റൂം. ചെറിയൊരു ഡൈനിങ് സ്പേസും ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ റൂമിൻ്റെ വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ KL ടവർ കാണാമായിരുന്നു. ഇതാണ് ആ റൂമിലുണ്ടായിരുന്ന ഒരു ടോയ്ലറ്റ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂമും വരുന്നത്. ആ റൂമിൽ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം. ആദ്യത്തെ ബെഡ്റൂമിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുണ്ടായിരുന്നു 2ാമത്തെ ബെഡ്റൂം. അതിന് അറ്റാച്ച്ഡ് തന്നെയായിരുന്നു അതിലത്തെ ബാത്റൂമും വന്നിരുന്നത്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. വാഷിംഗ് മെഷീനും ഓവണും എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ കിച്ചണായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനായി അത്യാവശ്യം പാത്രങ്ങളും പ്ലേറ്റുകളും സ്പൂണുകളും സ്റ്റോറേജിനായി ഫ്രിഡ്ജും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് ഈ ഹോട്ടലിലെ മെയിൻ അട്രാക്ഷനായിരുന്ന ഇൻഫിനിറ്റി പൂള്. 51-ാമത്തെ നിലയിലായിരുന്നു ഈ പൂള്. ഈ പൂളിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കോലാലംപൂർ സിറ്റി മൊത്തമായി കാണാനാകും. പെട്രോണാസ് ടവറും KL ടവറും ലോകത്തിലെ 2ാമത്തെ വലിയ കെട്ടിടമായ മെർപക് 118ഉം എല്ലാം കൃത്യമായി ഇവിടെ നിന്ന് കാണാമായിരുന്നു. അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും നഗരക്കാഴ്ചകളുമെല്ലാം ഇവിടെ നിന്ന് കാണാനായിരുന്നു.
രാവിലെ 10 മണി വരെയും വൈകിട്ട് 6 മണി മുതലുമാണ് പൂളിലേക്കുള്ള പ്രവേശന സമയം. ഇതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്കായി ഒരു കിഡ്സ് പൂളും ഉണ്ടായിരുന്നു. ഇതാണ് KL ടവറിൻ്റെ കാഴ്ച പൂളിൽ നിന്നുള്ളത്. മക്കൾ 2 പേർക്കും ഇവിടെ നിന്ന് റൂമിലേക്ക് പോരണം എന്നുണ്ടായിരുന്നില്ല. ഈ മലേഷ്യൻ കാഴ്ചകളിൽ ഓർക്കാവുന്ന ഒന്നായിരുന്നു ഈ പൂളിൽ നിന്നുള്ള വ്യൂ. രാത്രി പൂളിൽ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരം തന്നെയായിരുന്നു. താമസത്തിന് ഈ ഹോട്ടൽ തന്നെ വേണമെന്ന് ഞങ്ങൾ യാത്ര പുറപ്പെടും മുന്നേ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. ഇതാണ് പൂളിൽ നിന്നുള്ള രാത്രി കാഴ്ച. കോലാലംപൂർ സിറ്റിയുടെ രാത്രി കാഴ്ചകളാണ് ഇത്. പൂളിലെ രാത്രി കാഴ്ചകളുടെ വീഡിയോ മറ്റൊരു ദിവസം എടുത്തതായിരുന്നു. പൂളിലെല്ലാം ചുറ്റിത്തിരിഞ്ഞ ശേഷം ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാനായി പുറപ്പെട്ടു. രാത്രിയിലെ ഭക്ഷണം മലേഷ്യയിലെ ഫുഡ് സ്ട്രീറ്റിൽ നിന്നായിരുന്നു. ഒരുപാട് ഏരിയ ഫുഡ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇതിവിടുത്തെ പ്രധാന ഫ്രൂട്ട്സായ ദുരിയനാണ്. കാണാൻ ചക്കയെ പോലെ തോന്നുമെങ്കിലും ഇതിന് ചക്കയുമായി യാതൊരു സാമ്യവുമില്ല. ഇതിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. ഞങ്ങളിൽ ആർക്കും ഈ മണം ഇഷ്ടപ്പെട്ടില്ല. റോഡിലെ വൈദ്യുത അലങ്കാരങ്ങളിൽ മലേഷ്യയുടെ ദേശീയ പുഷ്പമായ ചെമ്പരത്തിക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ അവർ നൽകിയിട്ടുണ്ട്. ഫുഡ് സ്ട്രീറ്റ് എല്ലാം ഞങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടു. അവിടെ നിന്ന് ചില ഭക്ഷണങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്യുകയും ചെയ്തു. ഫുഡ് സ്ട്രീറ്റിൻ്റെ മുകൾ ഭാഗമെല്ലാം വർണ്ണ ലൈറ്റുകളാൽ അലങ്കരിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകൾ കാണാം.
ഇങ്ങനെ വേഷം ധരിച്ചൊരാൾ ഫുഡ് സ്ട്രീറ്റിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ധാരാളം പേർ ഫോട്ടോയും എടുത്തിരുന്നു. ചെറു ഗായക സംഘങ്ങളെല്ലാം ഈ നേരത്തിൽ സജീവമായിരുന്നു. പെട്രോണാസ് ടവറിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളും അവിടെ ഉണ്ടായിരുന്നു. ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ട്വിൻ ടവറിൻ്റെ അടുത്തേക്കാണ്. അവിടെ അടുത്തുള്ള സലോമ ബ്രിഡ്ജിലേക്കുമാണ് ഇന്നത്തെ യാത്ര. നഗരത്തിൻ്റെ രാത്രി കാഴ്ചകളെല്ലാം ഞങ്ങൾ വണ്ടിയിലിരുന്ന് കണ്ടു. ഇതാണ് ട്വിൻ ടവറിന് സമീപമുള്ള സലോമ ബ്രിഡ്ജ്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ പിറ്റേ ദിവസം ഒന്നും കൂടി ഇവിടേക്ക് വന്നു. പല നിറത്തിലുള്ള ലൈറ്റുകളാൽ സലോമ ബ്രിഡ്ജ് അലങ്കരിച്ചിരുന്നു. ഓരോ സമയങ്ങളിലും ഇതിലുള്ള നിറങ്ങൾ മാറിക്കൊണ്ടിരിക്കും. മലേഷ്യയിലെ പ്രശസ്തയായ ഗായികയും നടിയുമായ സലോമയോടുള്ള ആദരസൂചകമായാണ് ഈ ബ്രിഡ്ജിന് സലോമ ബ്രിഡ്ജ് എന്ന പേര് വന്നത്. ഇവിടെ നിന്നാൽ പെട്രോണാസ് ടവറും സലോമ ബ്രിഡ്ജുമെല്ലാം കൃത്യമായി കാണാമായിരുന്നു. ഞങ്ങൾ അതിനുശേഷം ട്വിൻ ടവറിനടുത്തെത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് റൂമിലേക്ക് മടങ്ങി.